പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി കർത്താവായ ഈശോ ഒരു ദിവസം കൂടി അനുവദിച്ചിനോർത്ത് യേശുവിന് നന്ദി മഹത്വം പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലോകവാർത്ത എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് പ്രാദേശികമായ അവനവൻ്റെ രാജ്യങ്ങളിൽ സംഭവിക്കുന്ന അടിയോ പിടിയോ കൊലപാതകമോ ഇതൊന്നും ഒരു വിഷയമല്ല. ഇത് ഏറ്റവും വലിയ വാർത്തയായിട്ട് മാറിയിരിക്കുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ്. അവിടെ നമുക്ക് ആര് ജയിക്കുമെന്നും മനുഷ്യനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ രസകരമായൊരു സംഭവം അല്ലെങ്കിൽ അത്ഭുതകരമായൊരു സംഭവം എന്ന് പറയുന്നത്, ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല എന്നുള്ളതാണ് അടിസ്ഥാനമായ ഒരു സത്യം. അതിൻ്റെ കാരണം, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ഈ കാലഘട്ടം അത്രയും വളർത്തിയത്, നിലനിർത്തിയത് ദൈവം എന്ന ദൈവം തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇസ്രായേൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു മരിച്ച സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട് കഴിഞ്ഞ് AD 80 കാലഘട്ടങ്ങളിൽ ജെറുസലേം ദേവാലയം നെബുസരദാൻ എന്ന ഭരണാധിപൻ അടക്കം കയറി അടിച്ച് തകർത്ത് കല്ല് ശേഷിപ്പിക്കാതെ നശിപ്പിച്ച് കളഞ്ഞത് നമ്മളെല്ലാം കണ്ടതാണ്, കേട്ടതാണ്. അത് ഈ ലോക ചരിത്ര സംഭവമാണ്, സത്യമാണ്. ഇന്നും നമുക്കറിയാം, ഇസ്രായേലിൻ്റെ അടിത്തറ പോലും, ജെറുസലേമിൻ്റെ ആ ദേവാലയത്തിൻ്റെ അടിത്തറ പോലും അവിടെയില്ല. പക്ഷേ വിലാപ മതിൽ, ചുറ്റുവട്ട മതിൽ അവിടെ നിൽക്കുന്നത് ചരിത്ര സത്യമാണ്, തെളിവായിട്ട് നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദൈവം എന്ന ആ പരമസത്തയെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരുടെയും വിചാരം ദൈവം എന്ന് പറയുന്നത് സത്യമില്ല കേട്ടോ. അങ്ങനെ ദൈവം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കാണാനുള്ളൂ. മനുഷ്യൻ്റെ കണ്ണിൽ കാണാനില്ല, ചെവിക്ക് കേൾക്കാനില്ല, തൊട്ട് നോക്കാൻ പറ്റുകയില്ല, കണ്ണും കാതും ഇന്ദ്രിയങ്ങളൊന്നും ഉപയോഗിച്ച് കാണാൻ പറ്റില്ല. പിന്നെ എവിടെ ഈ ദൈവം എന്ന് പറയുന്ന ആളുള്ളത് എന്നുള്ള കാഴ്ചപ്പാടിലാണ് മനുഷ്യൻ മുന്നോട്ട് നീങ്ങുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്, ദൈവം എന്ന പരമസത്തയാണ് യഥാർത്ഥ സത്യം. കാരണം കണ്ണുകൊണ്ട് കാണുന്ന ഇപ്പോൾ ഈ പ്രപഞ്ചം, ഭൂമി, മണ്ണ്, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഇന്നല്ല നാളെ ആണവ ആയുധങ്ങളാൽ വെണ്ണീറായി പോകുമെന്ന് ലോകത്തിലെ എല്ലാവർക്കും അറിയാം. അതറിയാവുന്ന സത്യമാണ്. അപ്പോൾ അങ്ങനെ വെണ്ണീറായി പോയി കഴിയുമ്പോൾ പിന്നെ എന്താണുള്ളത്? പിന്നെയുള്ളതാണ് ദൈവം. അതാണ് പരമസത്ത. ആ സത്തയിലേക്ക് നമ്മൾ മാറ്റം ചെയ്യപ്പെടാൻ ഉള്ള കാലഘട്ടത്തിലേക്ക് അടുത്തടുത്ത് വരികയാണ്. അതിൻ്റെ വിവിധങ്ങളായ വചനങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ വിഷയം ഇവിടെ നിന്നും ആ വിഷയത്തിലേക്കല്ല. നമ്മുടെ വിഷയം പറയാൻ പോകുന്നത്, ഇസ്രായേൽ വിജയിക്കുമോ തോക്കുമോ എന്നൊക്കെ ഒരു ചിന്തയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കാരണം ഈ യുദ്ധം എന്ന് പറയുന്നത് തികച്ചും ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ യെസെക്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് വരണം. യെസെക്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് വന്നാൽ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാവും. ഒന്ന്, യെസെക്കേൽ പ്രവചനം 39-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം. അവിടെ ഒരു വചനം ഇങ്ങനെ കാണുന്നുണ്ട്. ആ കാണുന്നത് ഇങ്ങനെ പറയുകയാണ്, അത് ഗോഗിൻ്റെ പതനമെന്നാണ് ആ വചനത്തിൻ്റെ ഹെഡിങ് തന്നെ. ഗോഗ് എന്ന് പറയുന്ന രാഷ്ട്രങ്ങൾ ആരെങ്കിലും ആകട്ടെ, പക്ഷേ ആ ഗോഗ് എന്ന സംവിധാനം, അതിൻ്റെ പരാജയം, അതിൻ്റെ പതനം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് കർത്താവ് എഴുതി വെച്ച വചനം, അതും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. ആ സത്യം ഇന്ന് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അതിങ്ങനെയാണ്. ഞാൻ പറഞ്ഞിട്ടാണെങ്കിലും ഈ വിഷയത്തെ ആധികാരികമാക്കി ഒന്നുകൂടി പറയേണ്ടത് ആവശ്യമാണ്. അതിങ്ങനെ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ നഗരങ്ങളിൽ വസിക്കുന്നവർ പുറത്തു വന്ന് പരിച, കവചം, വില്ല്, അമ്പ്, ഗദ, കുന്തം എന്നീ ആയുധങ്ങൾ കൊണ്ട് 7 വർഷത്തേക്ക് തീ കത്തിക്കും. ഇത് ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് ഒരു വാർത്ത കേട്ടപ്പോൾ ബെഞ്ചമിൻ നെഹത്യാവ് പറഞ്ഞ ഒരു വചനം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഈ വചനം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. കാരണം എന്തുകൊണ്ടാണ് ബെഞ്ചമിൻ നെഹത്യാവ് ഇങ്ങനെ പറയാനുണ്ടായത്? അദ്ദേഹം പറഞ്ഞത്, ഈ യുദ്ധം ഇപ്പോൾ അവസാനിക്കുന്നതല്ല, ഇത് വർഷങ്ങളോളം എടുക്കും, ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്ന് അദ്ദേഹം പറയുണ്ടായി. എന്തുകൊണ്ടാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്? നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ബൈബിൾ എന്ന് പറയുന്ന ഒരു വചന ഗ്രന്ഥമുണ്ട്. എന്നാൽ അവരുടെ കയ്യിൽ പഴയ നിയമഗ്രന്ഥമായ ആ പഴയ ഹിബ്രു മൂലത്തിൽ എഴുതിയ പഴയ നിയമഗ്രന്ഥമാണ് അവരുടെ കയ്യിലുള്ളത്. ആ വചനഭാഗമാണിത്. ഇതൊക്കെ അവർ എല്ലാ ദിവസങ്ങളിലും എടുത്ത് വായിക്കുകയും ഇതിൻ്റെ ശരിയായ സത്യങ്ങളെ പഠിക്കുകയും വിലയിരുത്തുകയും അതിൻ്റെ ഹിബ്രു മൂലത്തിൽ അപ്പം തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണമാകുന്നത്. അതിൻ്റെ കാരണം 7 വർഷത്തേക്ക് തീ കത്തിക്കുമെന്ന് പറയുമ്പോൾ ആ 7 വർഷം എന്ന് പറയുന്നത് 2033 യുഗാന്ത്യമായ സ്ഥിതിക്ക് അതിന് മുമ്പിലുള്ള 7 വർഷം, അത് 27 തുടങ്ങുകയാണ്, 2027. അപ്പോൾ അവിടെ കർത്താവ് പറയുകയാണ് 7 വർഷത്തേക്ക് തീ കത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ തീ കത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്?
ആയുധങ്ങൾ കൊണ്ട്. നമുക്കറിയാം ഒരു കുന്തം കൊണ്ടിങ്ങനെ ഒരാളെ കുത്തിയാൽ അവിടെ തീ കത്തുമോ? മാനുഷിക ബുദ്ധി ചിന്തിച്ചു നോക്കി. എഴുതി വെച്ചിരിക്കുന്ന വചനവും ഇന്നത്തെ പശ്ചാത്തലവും തമ്മിലൊന്ന് ചിന്തിച്ചു നോക്കി. അതുപോലെ കവചം, വില്ലെടുത്ത ഒരു അമ്പ് പോലെ ഒരു സാധനം ഒരാളുടെ നേരെ ഇങ്ങനെ എഴുതി വിട്ടു കഴിഞ്ഞാൽ അവിടെ തീ കത്തുമോ? ഒരിക്കലും തീ കത്തില്ല. നമുക്ക് ന്യായമായിട്ട് മനസ്സിലാക്കാം. അതിന് അമ്പ്, ഗത കൊണ്ട് ഒരാൾ അടിച്ചു വന്നാൽ അവിടെ തീ കത്തുമോ? പിന്നെ ഒരാളെ കുന്തം കൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ അവിടെ തീ കത്തുമോ? ഇല്ല. ഇത് നമുക്ക് അറിയാവുന്ന സത്യമാണ്. അപ്പോൾ ആ കാലഘട്ടമല്ല ഈ കാലഘട്ടം, ആ പശ്ചാത്തലമല്ല ഈ പശ്ചാത്തലം. ഇപ്പോൾ 7 വർഷത്തേക്ക് തീ കത്തിക്കുക എന്ന് പറഞ്ഞാൽ 7 വർഷത്തേക്ക് നിരന്തരമായി ഇങ്ങനെ മിസൈൽ വിട്ടുകൊണ്ടേയിരിക്കുക, യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുക. ആ അന്തിമ യുദ്ധം ആണ് ഇനി നടക്കാനുള്ളതെന്ന് ആർക്കറിയാം? അത് എസെക്കിയേൽ പ്രവാചകത്തിൽ എഴുതി വെച്ചിട്ട് വചനം വെച്ച് ഇസ്രായേൽ ജനത്തിനറിയാം, ഇസ്രായേൽ മന്ത്രിസഭയ്ക്കറിയാം, ഇസ്രായേൽ ഭരണാധിപന്മാർക്കറിയാം, ഇസ്രായേൽ പട്ടാളക്കാർക്കറിയാം, ഇസ്രായേൽ റബ്ബിമാർക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകം അന്ത്യത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പുള്ള അവസാന കാലഘട്ടത്തിലെ അന്തിമ യുദ്ധത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കും ഇസ്രായേലും ഇറാനും തമ്മിലല്ലേ യുദ്ധം? അത് 2 രാഷ്ട്രങ്ങളല്ലേ, രാഷ്ട്രീയ യുദ്ധമല്ലേ ഇത്? അല്ലെങ്കിൽ ഇസ്രായേലിന് എതിരെ ഇറാൻ അണുവായുധങ്ങൾ പ്രയോഗിക്കും, അതുകൊണ്ടല്ലേ ഈ യുദ്ധം ചെയ്യുന്നത്? അല്ല. ഇതൊന്നും അതിൻ്റെ അടിസ്ഥാന ഘടകമല്ല. ഇതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് 2 ശക്തികൾ, 2 ദൈവങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. അതിൽ ഒരാൾ യഥാർത്ഥ ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള ദൈവം യഥാർത്ഥ പ്രപഞ്ച സൃഷ്ടാവായ സർവശക്തനായ ദൈവവും, മറ്റൊരു ദൈവമാണെന്ന് അവർ സങ്കല്പിക്കുന്ന അവരുടെ ദൈവവുമാണ്. അത് അവർക്ക് ദൈവമായിരിക്കും, പക്ഷേ ലോകത്തിന് ദൈവമല്ല. അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ദൈവമല്ലാത്ത ശക്തി എന്തിൻ്റെ ശക്തിയാണ്? ഗോഗിൻ്റെ ശക്തിയാണ്. ഗോഗ് എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ രാഷ്ട്രമായ ആ ശക്തിക്കെതിരെ വരുന്ന ദൈവമല്ലാത്ത മറ്റൊരു ശക്തിയാണ്. അപ്പം ദൈവമല്ലാത്ത മറ്റൊരു ശക്തി ഇസ്രായേലിനെ തോൽപ്പിക്കാൻ വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ദൈവം തോൽക്കുക എന്നാണ് അർത്ഥം. ദൈവത്തിന് തോൽക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെങ്കിൽ, ഈ സൂര്യനെ സൃഷ്ടിച്ചെങ്കിൽ, ഈ ചന്ദ്രനെ സൃഷ്ടിച്ചെങ്കിൽ, ഈ മനുഷ്യനെ, സമൂഹത്തെ സൃഷ്ടിച്ചെങ്കിൽ അതിൻ്റെ പദ്ധതി എന്താണെന്ന് വ്യക്തമായിട്ട് അറിവുള്ള, ഒരു ജ്ഞാനമുള്ള, ഒരു നീതിയുള്ള ദൈവമാണ് സർവശക്തനായ ദൈവം, അഥവാ പിതാവായ ദൈവം. അവരുടെ ഭാഷ പറഞ്ഞാൽ പിതാവായ ദൈവം. നമ്മുടെ ഭാഷയിൽ ആ പിതാവായ ദൈവത്തെ നമ്മൾ യേശു ക്രിസ്തു എന്ന് പറയും. അപ്പോൾ യേശു ക്രിസ്തുവിന് ഇതിൻ്റെ സത്യങ്ങൾ അറിയാം. അപ്പോൾ ഈ പ്രപഞ്ച ശക്തികളായ ഈ ഗോഗിൻ്റെ ശക്തികളായ ഇവരെ എന്നേക്കുമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ട് ഭൂമിയിൽ നീതിയും സമാധാനവും സത്യസന്ധതയും വിശുദ്ധിയും നന്മയും സ്നേഹവും മാത്രം നിറഞ്ഞ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക എന്നായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഇപ്പോൾ ആ നന്മയ്ക്കെതിരെ വരുന്ന തിന്മയുടെ ശക്തിയെ ഒന്നാകെ ഈ ഭൂമുഖത്തു നിന്ന് കളയണം, നശിപ്പിച്ച് കളയണം, ഇല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യണം. അതിന് ചില സംവിധാനങ്ങൾ, ചില ഒരുക്കങ്ങൾ, ചില അറേഞ്ച്മെൻറ്റുകൾ, ചില ആസൂത്രണങ്ങൾ നടന്നാലേ ഇത് സാധിക്കുകയുള്ളൂ. പക്ഷേ അത് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് സംഭവിക്കുമ്പോൾ ഈ പ്രപഞ്ചം ഇല്ലാതെയാവുകയും മറ്റൊരു പ്രപഞ്ചം രൂപപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവർ 7 വർഷത്തേക്ക് തീ കത്തിക്കും. അവർക്ക് ഇനി വയലിൽ നിന്ന് വിറക് ശേഖരിക്കുകയോ വനങ്ങളിൽ നിന്ന് വെട്ടിയെടുക്കുകയോ ചെയ്യേണ്ടതില്ല. അതായത് ഇസ്രായേൽ ജനം ഇനി എന്തു ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിലെ മുഴുവൻ ജനങ്ങളും യുദ്ധത്തിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അമ്പും വില്ലുമല്ല, മറിച്ച് ഇന്നുള്ളത് മിസൈൽ ലോഞ്ചറുകൾ, അതുതന്നെ യുദ്ധ ടാങ്കുകൾ, തോക്കുകൾ, അതൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ നിരന്തരമായി വെടിയുണ്ട പോവുകയും ചെയ്യുമ്പോൾ ആ തോക്കിൻ്റെ കുഴലിൻ്റെ അറ്റത്ത്, ആ യുദ്ധ ടാങ്കിൻ്റെ അറ്റത്ത് തീ പോലെ ജ്വലിച്ച് നിൽക്കുന്നൊരവസ്ഥയുണ്ടാകും. അതിൻ്റെ ഇരുമ്പ് പഴുത്ത് തീ പോലെ ആകുമെന്നും ആ തീയുടെ ആ ശക്തിയിൽ വെച്ച് അവർ ഭക്ഷണം വരെ പാചകം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്ന രീതിയിലേക്ക് ഉള്ള അതിഭീകരമായ യുദ്ധം. അത് എന്നേക്കും ഒരേപോലെ എല്ലാ ദിവസവും യുദ്ധം, എല്ലാ ദിവസവും ഒരേപോലെ യുദ്ധം, അങ്ങനെ യുദ്ധമുണ്ടാകുന്നു. അതൊരു അന്തിമ യുദ്ധമാണെന്നും ആ അന്തിമ യുദ്ധത്തിൻ്റെ അവസാനത്തിലാണ് ഈ പ്രപഞ്ചം എന്ന നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഈ സംവിധാനം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, അതോടനുബന്ധിച്ച് ബാക്കി വരുന്ന എല്ലാ സംവിധാനം ഇല്ലാതെയാവുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ടാണ് നമ്മുടെ പോക്ക്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ യുദ്ധം എന്ന് പറയുന്നത് ഇത് നടത്തുന്നത് ആരാണ്? ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത് ആരാണ്? അല്ലെങ്കിൽ ഇസ്രായേലിന് യുദ്ധത്തിന് ആവശ്യമായി വന്നത് എന്താണ്? അത് ദൈവമായ കർത്താവ് തന്നെ. അതുകൊണ്ട് കർത്താവ് പറയുന്നത് അത് സംഭവിക്കുകയെ തന്നെ ചെയ്യും. ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനെന്ന് പറയുന്ന ആരാണ്? നമുക്കറിയാം, ഞാൻ തന്നെ, അത് പിതാവായ ദൈവം അല്ലെങ്കിൽ യേശുനാഥൻ തന്നെ പറയാണ്, അത് ഞാനാണ് ഈ സംവിധാനം ഒരുക്കിക്കൊണ്ടിരുന്നത്. കാരണം എൻ്റെ ഈ ജനമായ
ഇസ്രായേൽ ജനത്തിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത വിധം അത്രമാത്രം പീഡകൾ, സഹനങ്ങൾ, വേദനകൾ, മുറിവുകൾ, പ്രശ്നങ്ങൾ, സ്വസ്ഥതയില്ലാത്തൊരു കാലഘട്ടം അവർ ഇസ്രായേൽ ജനം ഉണ്ടായ കാലഘട്ടം മുതൽ ഇന്നുവരെ അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ആയിരങ്ങൾ വന്നിട്ടുണ്ട്, പതിനായിരങ്ങൾ വന്നിട്ടുണ്ട്. അവർ തിരിച്ച് യുദ്ധം ചെയ്ത് പിടിച്ചു നിന്നതുകൊണ്ടാണ് ഇന്നും ഇസ്രായേൽ ജനം, ഈ ഇസ്രായേൽ എന്ന രാഷ്ട്രം പോലും നിലനിൽക്കുന്നത്. ആ ഇസ്രായേൽ എന്ന രാഷ്ട്രം ലോകത്തിന് അനിവാര്യമാണ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. ദൈവത്തിന് ഈ രാജ്യം നിലനിന്നേ പറ്റൂ. കാരണം അതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ദൈവം തന്നെയാണ് ഈ യുദ്ധത്തെ നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം ഒരിക്കലും തോൽക്കുകയില്ലാത്തതുകൊണ്ട് ദൈവം ഈ ഇസ്രായേലിന് വിജയം നൽകും. അതാണ് കർത്താവ് വന്നിരിക്കുന്നത്. അത് ആ വരുന്ന ശക്തിയെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ഗോഗിനെതിരെ എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ, ഞാൻ നിന്നെ തിരിച്ചു നിർത്തി നിൻ്റെ കടവായിൽ കൊളുത്തിട്ട് പുറത്തു കൊണ്ടുവരും, നിൻ്റെ കുതിരകളെയും സർവ സൈനികരെയും കുതിരച്ചേവകരെയും കവചവും പരിചയും വാളും ഏന്തിയ വലിയ സൈനിക സന്നാഹത്തെയും ഞാൻ പുറത്തു കൊണ്ടുവരും. അത് ഗോഗിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പോൾ ആ ഒരു രാഷ്ട്രം ഇനി ഇസ്രായേലിനെതിരെ മറ്റ് ചില കൂട്ടുകെട്ടുകളോട് കൂടി വരുമെന്നും, അങ്ങനെ വരുമ്പോൾ എന്തു സംഭവിക്കുന്നത് കർത്താവ് പറയുകയാണ്. അതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ആവശ്യത്തിന് വേണ്ടി വരുന്നതെന്ന് ജനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്. ജനങ്ങളും ഇസ്രായേൽക്കാരും മറ്റ് ജനങ്ങളും അവർ ചോദിക്കുന്നുണ്ട്. വസ്തുക്കൾ കൊള്ള ചെയ്ത് കൊണ്ടുപോകുവാനും വിവിധ ജനതകളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ട് ഭൂമിയുടെ മധ്യത്തിൽ കന്നുകാലികളും വസ്തുവകളുമായി താമസിക്കുന്നവരുടെയും ഒരിക്കൽ ശൂന്യമായി കിടന്നതും ഇപ്പോൾ ജനവാസമുള്ളതുമായ അവരുടെ ദേശത്തിൻ്റെ മേൽ കൈവയ്ക്കാനും ആണോ നീ വന്നിരിക്കുന്നത്? ബേഷായും ദാദാനും താർശിഷിലെ വ്യാപാരികളും അവിടുത്തെ യുവസിംഹങ്ങളും നിന്നോട് ചോദിക്കും, വസ്തുവകൾ കൊള്ള ചെയ്ത് കൊണ്ടുപോകാനാണോ നീ വന്നിരിക്കുന്നത്? അപ്പോൾ ഈ വരവിൻ്റെ ഉദ്ദേശം ഇസ്രായേലിൻ്റെ സമ്പൽ സമൃദ്ധിയാണ്, ഇസ്രായേലിൻ്റെ സമ്പത്തിനെയാണ്. സ്വർണ്ണശേഖരം, പണശേഖരം, അത് സമ്പത്തായിട്ട്, പണമായിട്ട്, ടെക്നോളജികളായിട്ട്, അതിന് സംവിധാനങ്ങളായിട്ട്, പഴങ്ങളായിട്ട്, സമ്പത്തായിട്ട്, അവിടുത്തെ സൗന്ദര്യമുള്ള ജനങ്ങളായിട്ട്, അവരുടെ സംസ്കാരമായിട്ട്, ഇതെല്ലാം മറ്റുള്ളവർക്ക് ആവശ്യമാണ്. അതെല്ലാം കൊള്ള ചെയ്ത് കൊണ്ടുപോകാൻ, മോഷിച്ചുകൊണ്ട് പോകാനാണോ നീ വരുന്നത് എന്ന് ചോദിക്കും. എന്നൊരു കഥ പറയാണ്, ഭൂമിയെ മറയ്ക്കുന്ന മേഘത്തെ പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിനെതിരെ കടന്നു വരും. അത് കർത്താവ് തന്നെയാണ് വരുത്തുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, അത് സംഭവിക്കുക തന്നെയും ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറയണം, അപ്പോൾ ഇസ്രായേൽ നഗരങ്ങളിൽ വസിക്കുന്നവർ പുറത്തു വന്ന് പരിച, കവചം, വില്ല്, അമ്പ്, കുന്തം, ഗദ എന്നീ ആയുധങ്ങൾ കൊണ്ട് തീയത്തിക്കും. 7 വർഷത്തിന് തീയത്തിക്കും. വിറക് ശേഖരിക്കുകയോ വനങ്ങളിൽ നിന്ന് അവ വെട്ടിയെടുക്കുകയോ ചെയ്യേണ്ടി വരികയില്ല. അതായത് വിറകിൻ്റെ ഉപയോഗം ഇനി, അതായത് തീയുടെ ഒരു ഗ്യാസ് കുറ്റിയുടെ ആവശ്യം പോലും അവിടെ വരികയില്ല. കാരണം ഈ യന്ത്രങ്ങളുടെ അറ്റത്തുനിന്ന് നിരന്തരമായ വെടിയുണ്ടകൾ പോകുമ്പോൾ ആ വെടിയുണ്ട പോകുന്ന ആ കുഴലിൻ്റെ ഭാഗം പഴുത്ത് തീ പോലെ ആകുമെന്നും അതിൽ വെച്ച് അവരെ ഭക്ഷണം ചെയ്യുന്ന കർത്താവ് എന്നിരിക്കുകയാണെങ്കിൽ എന്തുമാത്രം വലിയ യുദ്ധമാണ് വരാൻ പോകുന്നത് എന്ന് ആലോചിക്കണം. ഇനി അതിൽ തന്നെ മറ്റൊരു സത്യമെന്ന് പറയുന്നത്, ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം, അമേരിക്ക ഇസ്രായേലിന് കൂട്ടുപിടിച്ച് വരുന്നുണ്ട്. ഞങ്ങൾ കൂട്ടുകൂടും, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക വരുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ യഥാർത്ഥ സത്യം ഈ 2027 ആഗോള 3-ാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ അമേരിക്ക ഇസ്രായേലിന് കൂട്ടുകൊടുക്കുന്നത്, പരസ്യമായിട്ട് കൊടുക്കുന്നത് നിർത്തും. അവർ പിന്തിരിക്കുകയോ മാറി നിൽക്കുകയോ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ മാത്രമായിട്ട്, ഇസ്രായേൽ എന്ന ശക്തി മാത്രമായിട്ട് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ ലോകത്തോട് യുദ്ധം ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് സക്രിയ പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എങ്കിലും ഗോഗ് യുദ്ധം വരുമ്പോൾ, മറ്റുള്ള രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായിട്ട് വരുമ്പോൾ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ഇവർ കൂട്ടുപിടിക്കും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അമേരിക്ക പറയും, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൂട്ടുകൂടണം, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സൈഡ് നിൽക്കണം, ഞങ്ങൾക്ക് വേണ്ടിയും കൂടെ നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ കൂട്ടുപിടിക്കുന്ന അവസ്ഥ വരും. കാരണം ഇസ്രായേൽ എന്ന രാഷ്ട്രം അജയ്യമാണ്. ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അത് പിതാവായ ദൈവത്തിൻ്റെ രാഷ്ട്രമാണ്. അത് പിതാവായ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. പിതാവായ ദൈവമാണ് ഈ എല്ലാവിധ യന്ത്രസാമഗ്രികളും കണ്ടുപിടിക്കാനുള്ള ബുദ്ധി, അതിൻ്റെ ശക്തി, അതിൻ്റെ വചനം. ഈ ദൈവവചനത്തിൽ നിന്നാണ് ഈ ലോകത്ത് കാണുന്ന എല്ലാ യന്ത്രങ്ങളും, എല്ലാ സംവിധാനങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ഒരു ശൂന്യതയിൽ ഒരു സുപ്രഭാതത്തിൽ ഇവിടുന്ന് ആൾക്കാർ കണ്ടുപിടിക്കുകയല്ല ചെയ്തത്. നമുക്കറിയാം, റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചത്,
വിമാനം കണ്ടുപിടിച്ചത് യഹൂദ വംശത്തിൽപ്പെട്ട റൈറ്റ് സഹോദരന്മാരാണ്, നമുക്കറിയാം, ലോകത്തിൽ എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ ടെക്നോളജികളെല്ലാം കണ്ടുപിടിക്കുന്നത് ഇസ്രായേൽ ജനമെന്ന് പറയാം. കാരണം ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ജനമാണ്. ആ ദൈവത്തിൻ്റെ ജനം എവിടെ നിന്നാണ് ഈ ബുദ്ധിപരമായി ഇത് കണ്ടുപിടിക്കുന്നത്? അതിങ്ങനെയാണ്, ഈ ദൈവവചനത്തിൽ നിന്നാണ്. ആ വചനം വായിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ജ്ഞാനത്തിൽ നിന്നാണ്, അതിൻ്റെ ആത്മീയ തലം അവർക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ് അവരിത് ഇങ്ങനെ നിർമ്മിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിർമ്മിക്കുന്നത്. അപ്പോൾ അവിടെ പറയുകയാണ്, എന്തെന്നാൽ ആയുധങ്ങൾ കൊണ്ട് അവർ തീയൊത്തിക്കും. ഉണ്ടോ അവിടെ പറഞ്ഞിരിക്കുന്നത്? ആയുധങ്ങൾ കൊണ്ട് അവർ തീയൊത്തിക്കും. തങ്ങളെ കൊള്ള ചെയ്തവരെ അവർ കൊള്ളയടിക്കും, കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എസെക്കിയേൽ പ്രവചനം 39:10 തിരുവചനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഈ യുദ്ധമൊക്കെ ദൈവമാണ് നയിക്കുന്നത്, ദൈവമാണ് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ സർവശക്തനായ ദൈവത്തിന് തോൽവിയില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തിന് തോൽവിയില്ല എന്ന് വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഇതിനകത്ത് വളരെ രസകരമായൊരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൽ കൂടെ തന്നെ ദൈവം തന്നെ ഒരുക്കുന്ന വേറെ ചില അതിനികൂടെ രഹസ്യങ്ങളുണ്ട്. അതിപ്രകാരമാണ്. അത് സക്രിയ പ്രകാരൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലാണ്. അത് ഞാൻ പറഞ്ഞിട്ടുള്ള വചനമാണെങ്കിലും അതിനകത്തെ ഒരു നിഗൂഢ രഹസ്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതിങ്ങനെയാണ്: അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറി കല്ലാക്കുമ്പോൾ പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും, ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും. കർത്താവ് അരുളി ചെയ്യുന്നു. കണ്ടോ, ഇവിടെ ജെറുസലേമിൽ അവർ ദേവാലയം പണിയാൻ വേണ്ടി ആരംഭിക്കുന്നു. അങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് ആഗോള യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. അങ്ങനെ പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഈ അമേരിക്ക പോലും ഇസ്രായേലിൽ നിന്ന് വേറിട്ട് നിൽക്കും. കാരണം ആഗോള യുദ്ധത്തിൻ്റെ കാരണം ഇസ്രായേൽക്കാരാണ്, നിങ്ങളാണ് ആഗോള യുദ്ധം തുടങ്ങി വെച്ചതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സർവ്വജനങ്ങളും അവിടെ എഴുതിച്ചിരിക്കുന്ന നോക്കിയാൽ ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരുന്ന പറയുന്നത്. അപ്പോൾ എല്ലാ ജനങ്ങളും എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ ജനങ്ങളും യൂറോപ്പിലെ ജനങ്ങളും ഒരുപക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾ പോലും ആഗോള യുദ്ധം തുടങ്ങി വെച്ചത് നീയാണ് ആദ്യമായി ആണവ ആയുധങ്ങളെടുത്ത് ഉപയോഗിച്ചത് ഇസ്രായേലാണ്, അതുകൊണ്ടാണ് ആഗോള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്, അതുകൊണ്ട് നിൻ്റെ കൂടെ ഞങ്ങളിനി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സർവ്വജനങ്ങൾ ഒത്തുചേരും. അവൻ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരക്കാരന്മാർക്ക് ഭ്രാന്തും വരുത്തും. അത് മിസൈലിൻ്റെ യഥാർത്ഥ വർഷിക്കൽ ആരംഭിക്കും. അത് കർത്താവ് അന്ന് ഞാൻ യൂദാകുലങ്ങളെ വിറകിന് കേട്ടോ. അതിനുശേഷം വീണ്ടും കർത്താവ്, അത് നമ്മൾ ആദ്യം പറഞ്ഞത് അവർ ആയുധങ്ങൾ കൊണ്ട് തീ കത്തിക്കുമെന്ന് അവർ എസെക്കിയേൽ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞു. അത് തന്നെ വീണ്ടും സക്രിയ പ്രവചന പുസ്തകത്തിൽ കർത്താവ് വീണ്ടും എടുത്തു വന്നിരിക്കുകയാണ്. അന്ന് ഞാൻ യൂദായുടെ കുലങ്ങളെ വിറകിന് നടുവിലിരിക്കുന്ന ജ്വലിക്കുന്ന കനൽ നിറച്ച ചട്ടി പോലെയാക്കും, ചട്ടി പോലെയും കറ്റകൾക്ക് നടുവിൽ പന്തമെന്ന പോലെയും ആക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എത്രമാത്രം വലിയ യുദ്ധമാണ് യഥാർത്ഥ യുദ്ധം വരാൻ. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇത് ഇന്നോ നാളെ തീരാനുള്ള യുദ്ധമല്ല, ഇന്നും നാളെ കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്ന യുദ്ധവുമല്ല, ഈ യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കുന്നതാണ്. ഞങ്ങൾ ദീർഘകാല യുദ്ധം ചെയ്യും, അതിനുള്ള ശക്തി ഞങ്ങളിൽ സർവശക്തനായ ദൈവം തന്നിട്ടുണ്ട് എന്ന് കർത്താവ് പറയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, അപ്പോൾ നിങ്ങളറിയും ഞാനാണ് ദൈവമെന്ന്. കുറേ സ്ഥലങ്ങളിൽ കർത്താവ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളറിയും ഞാനാണ് ദൈവമെന്ന്. അത് സർവശക്തനായ ദൈവം, പിതാവായ ദൈവം, യാഹ്വേ എന്ന ആ പേരുള്ള സത്യദൈവം, ആ ദൈവമായിരുന്നു യഥാർത്ഥ ദൈവമെന്ന് ഇസ്രായേൽക്കാരുടെ യുദ്ധത്തിൻ്റെ ശക്തിയും ഇസ്രായേൽക്കാരുടെ യുദ്ധത്തിൻ്റെ ആ വീര്യവും കാണുമ്പോൾ ജനങ്ങൾ പറയും. അത് ജനങ്ങൾ ലോകം മുഴുവൻ പറയുന്നത്. അവർ ചുറ്റുമുള്ള ജനതകളെ മുഴുവൻ സംഹരിക്കും. ജെറുസലേമിൽ അപ്പോഴും നിവാസികളുണ്ടായിരിക്കും. ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെ മേൽ മഹത്വം യൂദായുടെ മേൽ ഉയരാതിരിക്കേണ്ടതിന് കർത്താവ് ആദ്യം യൂദായുടെ നഗരങ്ങൾക്ക് വിജയം നൽകും. അന്ന് ജെറുസലേം നിവാസികളെ പരിച കൊണ്ട് മറയ്ക്കും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ നമ്മളെ പരിച എന്ന വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോകാവസാന മന്ദിരത്തിലൂടെ എന്ന എൻ്റെ ക്ലാസ്സിൽ. എന്താണ് പരിച എന്ന് പറഞ്ഞിട്ടുണ്ട്? ഒന്ന് അയൺ ഡോം, അതിങ്ങനെ പ്രതിരോധിക്കുന്നത്. 2 മിസൈൽ സംവിധാനങ്ങൾ, മിസൈൽ ലോഞ്ചറുകൾ. മറ്റൊന്ന് അവൻ്റെ റഡാർ സംവിധാനങ്ങൾ. മറ്റൊന്ന് യുദ്ധ ടാങ്കുകൾ. പിന്നെ മിസൈൽ വർഷങ്ങൾ. അവരുടെ എല്ലാ യുദ്ധം ഇസ്രായേലിനെ സംരക്ഷിക്കേണ്ട ചുറ്റോട് ചുറ്റും ഇങ്ങനെ പരിച കൊണ്ട് മറയ്ക്കുന്ന പോലെ, പരിച ഇങ്ങനെ നിൽക്കുന്ന പോലെ അവർ ശക്തമായിട്ട് നിൽക്കുമെന്നും കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്. സക്രിയ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വചനത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാലഘട്ടങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ യുദ്ധത്തെ നയിച്ചു കൊണ്ടുപോകുന്നതും ഈ യുദ്ധത്തിൻ്റെ സംവിധാനങ്ങളും ഇതിൻ്റെ ശക്തിയും ഈ സംവിധാനങ്ങളും എല്ലാം അവർ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തുകൊണ്ട് അതിൻ്റെ ശക്തിയെ അവർ മനസ്സിലാക്കിക്കൊണ്ട് ആ ശക്തി അവർ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ ഇസ്രായേലിന് തോൽവിയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അവർ ഒരു സമയത്ത്
അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 2030 കാലഘട്ടങ്ങളിൽ ഇസ്രായേലിന് ചില ക്ഷതങ്ങൾ, ഇസ്രായേലിന് ചില വീഴ്ചകൾ, ഇസ്രായേലിനെ കുറിച്ച് പരിക്കുകൾ, ഇസ്രായേലിനെ കുറിച്ച് വേദനകൾ, ഇസ്രായേലിന് കുറച്ച് കാലഘട്ടത്തേക്ക് വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന ഒരു സംഭവം ലോകത്ത് നടക്കും. ആ ലോകത്ത് നടക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് ചോദിച്ചാൽ അത് കർത്താവ് തന്നെ ഒരുക്കുന്നതാണ്. അതിന് വലിയൊരു രഹസ്യ പദ്ധതി ദൈവം തന്നെ ഒരുക്കുന്നുണ്ട്. സർവശക്തനായ ദൈവം ഒരുക്കുന്ന ആ വലിയ നിഗൂഢ പദ്ധതി എന്താണെന്ന് പ്രിയപ്പെട്ട ഞാൻ അടുത്ത ക്ലാസ്സിൽ തരാം. അത് ഇപ്പോൾ നമ്മൾ ഇത്രയും കേട്ട് മനസ്സിലാക്കുക. കാരണം ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ച് കേട്ടാൽ വിശുദ്ധ ഗ്രന്ഥം അറിയാവുന്നവർക്ക് അറിയാം. വിശുദ്ധ ഗ്രന്ഥം വായിച്ചു നോക്കിയിട്ട് അതിൽ നിന്ന് ശക്തി സംഭരിച്ചിട്ടാണ് അവരുടെ പട്ടാളക്കാർ, അവരുടെ മന്ത്രിസഭ, അവരുടെ യുദ്ധത്തിലുള്ളവർ, നമുക്കറിയാം അവർ പഴയ നിയമ ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് അതിൻ്റെ സങ്കീർത്തനങ്ങളൊക്കെ പാടി ആനന്ദിച്ച് ആ വചനം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ശക്തി സംഭരിച്ചുകൊണ്ടാണ് അവർ യുദ്ധത്തിന് പോകുന്നത്. അവർ ബങ്കറുകളിലായിരിക്കുമ്പോഴും അവർ പാടി ആനന്ദിക്കുന്നത് സങ്കീർത്തന വചനങ്ങളാണ്. പിതാവായ ദൈവം എഴുതി വെച്ച തൻ്റെ സോളമനിൽ കൂടെ, ദാവീദിൽ കൂടെ എഴുതി വെച്ച വചനത്തിനകത്ത് ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞു നിൽപ്പുണ്ടെന്നും അത് ആ വചനം നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മളെ ദൈവമായ കർത്താവ് സംരക്ഷിക്കുമെന്നും അവർക്കറിയാവുന്നതുകൊണ്ട് അവർ സങ്കീർത്തനങ്ങളും പഴയ നിയമ ഗ്രന്ഥത്തിലെ ദൈവവചനങ്ങളും എടുത്ത് ഉച്ചരിച്ച് പ്രാർത്ഥിച്ച് അത് ശക്തിയോടെ പ്രഘോഷിച്ചുകൊണ്ടാണ് അവർ യുദ്ധത്തിന് പോകുന്നതും അവർ ഉറങ്ങാൻ പോകുന്നതുമെല്ലാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത് ഒരു ഗോഗ് മാഗോഗ് യുദ്ധത്തിൻ്റെ അണിയറ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ അണിയറ ചർച്ചകൾ, അതിൻ്റെ അണിയറ സംവിധാനങ്ങൾ ഇന്ന് ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും പ്രത്യക്ഷമായിട്ട് ആർക്കും കാണാൻ സാധിക്കില്ല. നമുക്കറിയാം, നമ്മൾ വിചാരിക്കും അത് ഞങ്ങൾ യുദ്ധത്തിന് വരും, ഞങ്ങൾ ഇറാന് കൂട്ടുപിടിക്കും, ഇറാന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് രാഷ്ട്രങ്ങളൊന്നും വരുന്നില്ല, ഇപ്പോൾ വരുന്നില്ല. എന്നാൽ ലോകത്തിൻ്റെ ഏതാണ്ട് പകുതി രാഷ്ട്രങ്ങൾ ഇറാൻ്റെ പക്ഷവും ഏതാണ്ട് പകുതി രാഷ്ട്രങ്ങൾ ഇസ്രായേൽ പക്ഷവുമായിട്ട് തിരിയുന്ന ആ ഗോഗ് മാഗോഗ് യുദ്ധത്തിൻ്റെ ആരംഭ ദിശയിലുള്ള സംഘർഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഇസ്രായേൽക്കാരെന്ന് പറയുന്നത് ഇതൊരു ചെറിയ യുദ്ധമാണ്, ഇത് യുദ്ധമല്ല, ഇത് യഥാർത്ഥ യുദ്ധമല്ല, യഥാർത്ഥ യുദ്ധത്തിൻ്റെ ഒരു ചെറിയ യുദ്ധമാണ്, അല്ലാതെ ഇതൊരു യുദ്ധമല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത്രമാത്രം വലിയ വലിയ യുദ്ധങ്ങൾ, നമ്മൾ വിചാരിക്കുന്ന യുദ്ധം പോലെയല്ല, അതിനപ്പുറത്തേക്കുള്ള യുദ്ധങ്ങൾ. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അവിടെ അത്രമാത്രം ആളുകൾ മരിക്കുകയും മറ്റു പ്രശ്നങ്ങൾ സംഭവിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല. ലോകം ശാന്തമായിട്ട് ഉരുളുന്നുണ്ട്, സാധാരണ ഭൂമി ഉരുളുന്നുണ്ട്, ദിനരാത്രങ്ങൾ വരുന്നുണ്ട്, ഇതെല്ലാം കൊണ്ട് സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഭക്ഷണത്തിന് കുറവില്ല, നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, ഓഫീസുണ്ട്, നമ്മുടെ രാജ്യത്ത് കുഴപ്പമില്ല. അമേരിക്ക, ലണ്ടനിലും യൂറോപ്പിലൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചൈനയിലും റഷ്യയിലും കുഴപ്പമില്ല. ഇസ്രായേലിനും ഇറാനും മാത്രമാണ് പ്രശ്നം. എന്നാൽ ഈ ഗോഗ് മാഗോഗ് യുദ്ധം എന്ന അതിൻ്റെ പ്രത്യക്ഷ യുദ്ധം തുടങ്ങുമ്പോൾ, അതായത് 2027 ആഗോള യുദ്ധം തുടങ്ങുമ്പോൾ ഇതെല്ലാ സംവിധാനങ്ങളും ഇല്ലാതെയാവുകയും എല്ലാ സംവിധാനങ്ങൾക്ക് പകരം മറ്റൊരു സംവിധാനം ഉണ്ടാവുകയും അത് ലോകത്തിന് വളരെയേറെ ക്ലേശങ്ങൾ, സഹനങ്ങൾ, മുറിവുകൾ, അസ്വസ്ഥതകൾ, അതാണ് പെട്രോൾ ഡീസൽ അപ്രത്യക്ഷമാകുക, ഭക്ഷണം നമ്മുടെ കൺമുമ്പിൽ അപ്രത്യക്ഷമാകുക, ഫ്ലൈറ്റ് സർവീസിൽ നിന്നു പോവുക, ജോലികൾ നഷ്ടപ്പെടുക, സമ്പത്ത് ഇല്ലാതെയാവുക, രോഗങ്ങൾ കയറിപ്പിടിക്കുക, പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുക, ലോകത്തെ ചൂട്, അമിതമായ ചൂട് ചന്ദ്രന് സൂര്യനിൽ നിന്നുണ്ടാവുക, ഭൂമിയിലെ വെള്ളം ഇല്ലാതെയാവുക, കുടിക്കാൻ വെള്ളമില്ലാതെ കുടിവെള്ളം പറ്റിപ്പോവുക, മഴക്കാലമായി കഴിഞ്ഞാൽ ജലപ്രളയത്തിൻ്റെ അസ്വസ്ഥ കൊണ്ട് മനുഷ്യൻ ജീവിക്കാൻ പറ്റാതിരിക്കുക, എങ്ങും മരണങ്ങൾ സംഭവിക്കുക, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ലോകം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും ഭയാനകമായ, ഏറ്റവും വേദനാജനകമായ സഹനങ്ങൾ, മരണങ്ങൾ, തകർച്ചകൾ, മുറിവുകൾ ലോകത്ത് മൊത്തമായിട്ട് എല്ലാവരെയും ബാധിക്കുന്ന രീതിയിൽ വരുന്ന സംഭവമാണ് ഗോഗ് മാഗോഗ് യുദ്ധം. അതുകൊണ്ടാണ് കർത്താവ് വന്നിരിക്കുന്നത്. അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് സക്കറിയ പറഞ്ഞ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനത്തിൽ പറഞ്ഞത്, ഞാൻ സകല ജനതകളെയും ഒരുമിച്ച് കൂട്ടി ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യാൻ വരുത്തും. അപ്പോൾ ഞാൻ ആകാശത്തെ മറയ്ക്കുന്ന മേഘത്തെ പോലെ നിനക്കെതിരെ യുദ്ധത്തിന് വരുത്തുമെന്ന് കർത്താവ് പറയുന്നത് ദൈവം തന്നെയാണ് പറയുന്നത്. ഞാൻ തന്നെയാണ്, അത് ദൈവം തന്നെയാണ് സകല ജനതകളെയും ഒരുമിച്ച് കൂട്ടി ജെറുസലേമെതിരെ യുദ്ധം ചെയ്യാൻ വരുത്തും. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പിന്നിൽ വലിയ ഒരു രഹസ്യം, അത് ഞാൻ മുമ്പേ പറഞ്ഞത്, ഇതിനൊത്തൊരു വലിയ ദൈവം വെളിപ്പെടുത്താതെ വെച്ചിരിക്കുന്ന ഒരു വലിയ രഹസ്യമുണ്ട്. ആ രഹസ്യം ഞാൻ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതെല്ലാം ദൈവിക പദ്ധതി പ്രകാരം ഒരുക്കപ്പെട്ട് നടക്കുന്ന യുദ്ധങ്ങളും പ്രശ്നങ്ങളും ആണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, വ്യക്തമായ ചില പദ്ധതികൾ, ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം ഒരുക്കി വെച്ചുകൊണ്ടാണ് ഈ യുദ്ധത്തെ നടത്തുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചും
എന്നെ സംബന്ധിച്ചും ലോകത്തെ മൊത്തം ജനങ്ങളെ സംബന്ധിച്ചും ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയും ഒരു കാഴ്ചപ്പാടുമുണ്ട്. ഓരോ വ്യക്തിക്കും ജന്മം കൊടുത്ത് അവൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനെ ഹൃദയത്തിൽ കൊടുത്തൊരു മനുഷ്യനായി ഭൂമിയിലേക്ക് ജന്മം കൊണ്ട് ഭൂമിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ വരുന്നത് സ്വർഗത്തിൽ നിന്ന് ആത്മാവിനെ കിട്ടുമ്പോഴാണ് ഭൂമിയിൽ മനുഷ്യൻ ജനിക്കുന്നത്. അല്ലാതെ ഭൂമിയിൽ നിന്ന് ഒരാത്മാവിനെ കിട്ടുന്നതുകൊണ്ടല്ല. അതെല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. പക്ഷേ നിരീശ്വരവാദികൾ പക്ഷേ തള്ളിക്കളഞ്ഞേക്കാം. പക്ഷേ സത്യം ഇതാണ്. അങ്ങനെ ഇരിക്കെ ഒരു മനുഷ്യൻ്റെ ജന്മം എന്ന് പറയുന്നത് ദൈവം അറിയാതെയല്ല. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് അവൻ മരിച്ചു പോകാനുള്ളതല്ല. ഒരു മനുഷ്യന് ജന്മം കൊടുക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ഇവൻ ഒരിക്കലും മരിക്കരുത്. മരണം എന്നൊരു സംഭവം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അവന് മരിക്കാൻ വേണ്ടിയല്ല ഒരു കുഞ്ഞിന് ദൈവം ജന്മം കൊടുക്കുന്നത്. ദൈവം ജന്മം കൊടുക്കുന്നത് ആ മനുഷ്യനെ എന്നേക്കും നിത്യജീവനുള്ള സ്വർഗത്തിൽ നിന്ന് ആത്മാവായിട്ട് വന്നു, ഭൂമിയിലത് ശരീരമുള്ള വ്യക്തിയായിട്ട് വന്നു, മരണശേഷം അത് ആത്മാവും ശരീരവും വീണ്ടും ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ചുള്ള ഒരു വ്യക്തിത്വമുള്ള വീണ്ടും ഒരു പുതിയ മനുഷ്യനായിട്ട് അവൻ എന്നേക്കും ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ജീവിക്കണം എന്ന ആ വലിയ നിഗൂഢ രഹസ്യവും പദ്ധതിയും ഒരുക്കി വെച്ചുകൊണ്ടാണ് സർവശക്തനായ ദൈവം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ എന്തു സംഭവിക്കും? ഭൂമിയിൽ വന്ന് ജനിക്കുന്ന സകല മനുഷ്യരും സാത്താൻ്റെ പദ്ധതികൾ, സാത്താൻ്റെ പഴങ്ങൾ, സാത്താൻ്റെ ആശയങ്ങൾ, സാത്താൻ്റെ ചിന്തകൾ, സാത്താൻ്റെ നിറങ്ങൾ, സാത്താൻ്റെ ചലനങ്ങൾ, സാത്താൻ്റെ ആസ്വാദനങ്ങൾ, സാത്താൻ്റെ പദ്ധതികൾ, സാത്താൻ്റെ ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, ആശയങ്ങൾ, ഇതെല്ലാം സാത്താനോട് ചേർന്ന് കൂടി ചെയ്യുമ്പോൾ ദൈവിക ജീവൻ നഷ്ടമാവുകയും സാത്താന്യ ജീവൻ ഒരു വ്യക്തിയിൽ രൂപം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ അവന് മരണമെന്ന ഒരു സത്യം ഉൾക്കൊള്ളുന്ന വ്യക്തിയായിട്ട് അവൻ അങ്ങോട്ട് മാറ്റപ്പെടും. എന്നാൽ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. ശ്രദ്ധാപൂർവം സൂക്ഷ്മതയോടെ സസൂക്ഷ്മം ക്രിസ്തുവിൻ്റെ വചനത്തോട് ചേർത്ത് വെച്ച് തൻ്റെ ജീവനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആയിരങ്ങൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് അവർക്ക് നിത്യജീവനും ഇവർക്ക് നിത്യമരണവും നൽകപ്പെടുന്ന ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ യുഗാന്ത്യവും ലോകാവസാനവും എല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് മരിച്ചു പോകാനുള്ളതല്ല, മറിച്ച് നാം ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിത്യത്തിലേക്ക് ചേരുവാനുള്ള വ്യക്തികളാണെന്ന് നമുക്ക് മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ ഈ ആഗോള യുദ്ധത്തെ നമ്മൾ കാണാൻ. കാരണം ഇതിൻ്റെ പിന്നാലെ വരുന്നത്, ഈ യുദ്ധത്തിൻ്റെ പിന്നാലെ നമുക്ക് വരാനിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഏറ്റവും വലിയ സഹനങ്ങൾ, പീഡകൾ, ആകുലതകൾ, ദുഃഖങ്ങൾ, അസ്വസ്ഥകളാണ്. അവിടെ നമുക്ക് വിജയം വരിക്കണമെങ്കിൽ, അവിടെ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആ അറിവ്, അതിൽ ഒരറിവ് ഞാനിപ്പോൾ നിങ്ങൾ പറയുകയാണ്. അത് സക്കറിയ പറയുന്ന പുസ്തകം തന്നെ 13-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ്. കർത്താവ് പറയുകയാണ്, ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, ദേശവാസികൾ 2 ഭാഗം നശിപ്പിക്കപ്പെടും. ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും. ആരാണ് ദുർബലർ? ബലമില്ലാത്ത. ദുർബലർ എന്ന വാക്കിനർത്ഥം ബലമില്ലാത്ത. എന്താണ് ഈ ബലം? പരിശുദ്ധി അഥവാ വിശുദ്ധിയാണ് ബലം. വിശുദ്ധി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനം. ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ, പഴയ നിയമത്തിൽ പറയുമ്പോൾ പിതാവാ ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങളും നിയമങ്ങളും പാലിച്ച്, ഇന്നത്തെ ഭാഷ പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ അഥവാ ക്രിസ്തുവിൻ്റെ ആയാലും പരിശുദ്ധാത്മാവിൻ്റെ ആയാലും രണ്ടും ഈക്വൽ തന്നെ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദൈവവചനങ്ങൾ അനുസരിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ നീതി, സത്യം, സത്യസന്ധത, വിശുദ്ധി, ജ്ഞാനം, വിവേകം, സഹനം ഇതെല്ലാം ചേർത്തുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ നയിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നവരെയാണ് വിശുദ്ധർ എന്ന് പറഞ്ഞു. ആ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും വിവേകവും നഷ്ടപ്പെട്ടവരെ, ഉണ്ടായിരുന്നിട്ടും അത് നഷ്ടപ്പെട്ടവരെയാണ് ദുർബലർ എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞ ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും എന്നാണ് പറയുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ വചനം സ്വീകരിക്കാതെ, ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജീവിതം ജീവിക്കാതെ, നമ്മൾ ഇന്ന് കാണുന്ന പോലെ കുറേ തട്ടിക്കൂട്ട് സംവിധാനങ്ങൾ കൂടെ, അത് കത്തോലിക്ക സഭയായാലും എൻ്റെ വിശ്വാസത്തിൻ്റെ സംഹിതയായാലും എൻ്റെ ജീവിത രീതിയായാലും, അത് ഞാൻ ആരായാലും, സഭയിലെ ആരായാലും, സഭയ്ക്ക് പുറത്തുള്ള വ്യക്തി ആരായാലും, ക്രിസ്തുവിൻ്റെ വചനത്തെ സ്വീകരിക്കാതെ, ക്രിസ്തു പറഞ്ഞതുപോലെ ജീവിക്കാതെ ഒരു തട്ടിക്കൂട്ട് ജീവിതം കൊണ്ട് ജീവിച്ചു പോകുന്ന വ്യക്തികളാണെങ്കിൽ അവരെ പറയുന്ന പേരാണ് ദുർബലർ. കാരണം ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ എല്ലാ മോഹവും, എല്ലാ സമ്പത്തും, എല്ലാ ആസ്വാദനവും, കണ്ണിനും കാതിനും ശരീരത്തിനും മനസ്സിനും ചിന്തയ്ക്കും ഭാവനയ്ക്കും എല്ലാം ലോകത്തിൻ്റെ ആസ്വാദനം, ലോകത്തിൻ്റെ സുഖം, ലോകം നൽകുന്ന സത്താൻ നൽകുന്ന ആ സംവിധാനങ്ങൾ കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരാണ് ദുർബലർ. ഇതൊന്നും വേണ്ട, എനിക്കെൻ്റെ യേശുവിൻ്റെ കൂടെയുള്ള ജീവിതം മതി, നിത്യത മാത്രം മതി, അതാണ് എൻ്റെ ലക്ഷ്യം, അതാണ് എൻ്റെ പദ്ധതി എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് അതിനായി ഇതിനെയെല്ലാം ഉപേക്ഷിച്ച്
മാറി നിൽക്കുന്ന ഒരു കൂട്ടം പടുവിഡ്ഢികളുണ്ട് ഈ ലോകത്ത്. അവരാണ് സമൂഹത്തിന് മുമ്പിൽ അവർ നോക്കുമ്പോൾ വിഡ്ഢികളാണ്. സമൂഹത്തിൽ അവർക്ക് സമ്പത്തില്ല, സ്ഥാനമാനങ്ങളില്ല, സൗന്ദര്യമില്ല, വിദ്യാഭ്യാസമില്ല, വിദേശ ജോലിയില്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമില്ല, അവർക്കൊന്നുമില്ല മറ്റുള്ളവരുടെ മുമ്പിൽ. അവർ വെറും എളിമയുള്ളവരും നിസ്സാരക്കാരും പാവപ്പെട്ടവരായ മനുഷ്യരായിരിക്കും. പക്ഷേ അവർ ഈ ലോകത്ത് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്നവരാണ്, യേശുവിനോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. അവർ ഈ ലോകത്തിലേക്ക് നോക്കുന്നില്ല, ക്രിസ്തുവിലേക്കാണ് അവർ നോട്ടം. അങ്ങനെയുള്ളവരാണ് ദുർബലരല്ല, അവരാണ് ശക്തിയുള്ളവർ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണമെന്ന് പറഞ്ഞത്. അവിടെ ശക്തിയാണ്, ആ ശക്തിയാണ് വിശുദ്ധി, ആ വിശുദ്ധിയാണ് ബലമുള്ളവർ. ആ പൂർണ്ണ സ്നേഹം കർത്താവിന് കൊടുക്കാതെ ബാക്കിയുള്ള ഒരു എൻ്റെ ഇഷ്ടം പോലെ മാത്രം ജീവിച്ചു കൊടുക്കുന്ന ഒരു സ്നേഹം ദൗർബല്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാത്തവരെതിരെ കർത്താവ് കരമുയർത്തും. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞ മറ്റൊരു ഭാഗങ്ങൾ പറയുന്നുണ്ട്, എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളെ ഉയരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് കാണുന്നൊരു കത്തോലിക്ക സഭയുണ്ട്. നമ്മൾ കാണുമ്പോൾ ഒരു കത്തോലിക്ക സഭയാണ്, നമ്മൾ ക്രിസ്ത്യാനിയാണ്, കത്തോലിക്ക സഭയിലെ അംഗമാണ്. അപ്പോൾ ഞാൻ സഭയിലെ അംഗമല്ലേ, ഞാൻ ക്രിസ്ത്യാനിയല്ലേ, അപ്പോൾ എനിക്ക് സ്വർഗ്ഗദീപൻ അവകാശം അധികാരമുണ്ടല്ലോ. അപ്പോൾ കർത്താവാണ്, എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ കരമുയർത്തുക, അവനെ വെട്ടുക, വാളെ ഉയരുക, അവനെ വെട്ടുക. അപ്പോൾ അങ്ങനെയാണ് പിന്നെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരെ കർത്താവ് വെട്ടേണ്ട ആവശ്യമുണ്ടോ? അതൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ അതിനെഴുതി വെച്ചിരിക്കുന്നേ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം കർത്താവ് പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ പാറയാണ്, ഈ പാറമേൽ ആര് വന്ന് വീഴുന്നു അവൻ ധൂളിയാകും, ഈ പാറ ആരുടെ മേൽ ചെന്ന് വീഴുന്നു അവനും ധൂളിയാകും എന്ന് പറഞ്ഞാൽ, കർത്താവ് എന്ന് സർവശക്തനായ ക്രിസ്തു എന്ന് പറയുന്നത് വിശുദ്ധിയുടെയും നീതിയുടെയും സത്യസന്ധതയുടെയും നിത്യജീവൻ്റെയും ഉടമസ്ഥാവകാശമുള്ള ഒരു വലിയ പാറയാണ്, ജീവൻ്റെ പാറയാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആധുനിക ലോകത്തെ ഉപേക്ഷിച്ച് മാറ്റി നിൽക്കേണ്ടി വരും. ഈ ആധുനിക ലോകം എന്ന് പറയുന്നത് ഇന്നത്തെ എല്ലാ ഇന്ദ്രിയ സുഖവും നമ്മൾ ഇഷ്ടം പോലെ കണ്ണിനും കാതിനും ശരീരത്തിനും വിട്ടുകൊടുക്കും. ഇഷ്ടം പോലെ കുടിക്കുക, ഇഷ്ടം പോലെ കാണുക, ഇഷ്ടം പോലെ കേൾക്കുക, ഇഷ്ടമുള്ള ആശയത്തിൽ പ്രവർത്തിക്കുക, ഇഷ്ടമുള്ള കൊടിക്കീഴെ പ്രവർത്തിക്കുക, ഇഷ്ടം പോലെ സമ്പത്തുണ്ടാക്കുക, അത് ഇഷ്ടം പോലെ തിന്നുകുടിക്കുക. ഇതെല്ലാം എൻ്റെ സ്വന്തം സൗകര്യവും എൻ്റെ സ്വന്തം കഴിവും മാത്രമാണ്. ആ ഒരു ചിന്ത വെച്ച് ഈ ലോകത്തിൽ കൂടെ ഓടി നടന്ന് സുഖിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം പറയുകയാണ്, അവൻ ക്രിസ്ത്യാനിയായാലും അവൻ മെത്രാനായാലും മാർപ്പാപ്പയായാലും അവൻ അച്ഛനായാലും അവൻ ആരുമായിക്കൊള്ളട്ടെ, വാളെ ഉയരുക, എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളെ ഉയരുക, ഇടയനെ വെട്ടുക. അപ്പോൾ കർത്താവ് എന്തിനാണ് ഇങ്ങനെ വെട്ടുന്നത്? ഇതിൽ നീതിയുള്ളവരെ കണ്ടെത്തണം കർത്താവിന്. ആടുകൾ ചിതറുമ്പോൾ, സഭ ഇല്ലാതെയാകുമ്പോൾ, സഭയ്ക്കകത്തുനിന്ന് ആളുകൾ ഓടി രക്ഷപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ, അവിടെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്തുവിനെ ശരിക്കും അറിഞ്ഞവർ ക്രിസ്തുവിന് കൂടെ മാത്രം ജീവിക്കും. അതിന് സഭയുടെ ആവശ്യം അന്നേരമില്ല. ആടുകൾ ചിതറിയ പിന്നെ ആടുകൾ അവിടെ ജീവിക്കും. അപ്പോൾ അവിടെ ചിന്തിക്കും, യേശുവേ, ഞാൻ ഇന്ന് വരെ കണ്ട എൻ്റെ ഈ സഭയും കാര്യങ്ങളും ഒന്നും അല്ല യഥാർത്ഥ ക്രിസ്തുവുള്ള ജീവിതം. എവിടെ ഏത് ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച്. അതുകൊണ്ടാണ് വെളിപാട് 3:10 കർത്താവ് പറയുന്നുണ്ട്, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും, എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു. ആ വചനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനമാണ്. ക്രിസ്തുവിൻ്റെ വചനം അപ്പോസ്തല പ്രവർത്തനം മുതൽ വെളിപാട് ഗ്രന്ഥം പൂർണ്ണമായിട്ടും അതേപടി തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചു കൊണ്ടുപോകുന്നവരാണ് യഥാർത്ഥത്തിൽ ദൗർബല്യമല്ല, അവരാണ് ബലമുള്ളവർ, അവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരെ അശുദ്ധിയിൽ നിന്ന് വേർതിരിക്കുന്ന വലിയൊരു പ്രക്രിയ ഇനി സംഭവിക്കാൻ പോവുകയാണ്. അതാണ് ഈ ഗോഗ് മാഗോഗ് യുദ്ധം. ലോകത്തെ പ്രപഞ്ചത്തിലെ നന്മതിന്മകളെ കർത്താവ് രണ്ടായിട്ട് വിഭജിക്കും. കത്തോലിക്ക സഭയെ കർത്താവ് രണ്ടായിട്ട് വിഭജിക്കും. ക്രിസ്ത്യാനികളെ കർത്താവ് രണ്ടായിട്ട് വിഭജിക്കും. സഭാ വിഭാഗങ്ങളെ കർത്താവ് രണ്ടായിട്ട് വിഭജിക്കും. രാഷ്ട്രങ്ങളെ കർത്താവ് രണ്ടായിട്ട് വിഭജിക്കും. സമൂഹത്തെ, രാജ്യങ്ങളെ, ആശയങ്ങളെ കർത്താവ് രണ്ടായിട്ട് വിഭജിക്കും. പ്രപഞ്ചത്തെ ദൈവം രണ്ടായിട്ട് വിഭജിക്കും. ഈ വിഭജനം അടുത്ത് തന്നെ പ്രപഞ്ചത്തിലേക്ക് വരികയാണ്. അതിൻ്റെ തുടക്ക ലക്ഷണമാണ് ഈ ഗോഗ് മാഗോഗ് യുദ്ധം. അത് 7 വർഷം പിന്നിടുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഭൂമിയിലേക്ക് നിലവിൽ വരും. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും തള്ളിക്കളഞ്ഞാലും നിസ്സാരമായിട്ട് കണ്ടാലും ഈ സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ എന്തു പ്രയോജനം? അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് ലോകം ഒരുങ്ങുകയാണ്. അത് ഈ ആഗോള യുദ്ധത്തിന് തുടക്കമായിട്ട് സംഭവിക്കുമ്പോൾ നമുക്ക് നിത്യത വേണോ, നിത്യജീവൻ വേണോ, അതിന് തക്കതായ രീതിയിൽ എൻ്റെ ജീവനെ ഒന്ന് ക്രമീകരിച്ചെടുക്കേണ്ടതുണ്ടോ
എന്ന് സ്വയം പരിശോധിച്ച് കണ്ടെത്തി അതിന് കുറവുണ്ട്, യേശുവിൻ്റെ വചനമനുസരിച്ചല്ല ഞാൻ ജീവിക്കുന്നത്, ഞാനൊരു മദ്യപാനിയാണെങ്കിൽ യേശുവിൻ്റെ വചനമനുസരിച്ചല്ല ഞാൻ ജീവിക്കുന്നത്, ഞാനൊരു പുകവലിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശുവിൻ്റെ വചനമനുസരിച്ചല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതാണെങ്കിൽ ഞാൻ യേശുവിൻ്റെ കൂടെയുള്ള വ്യക്തിയല്ല, ഞാൻ പാൻപരാഗ് ഉപയോഗിക്കുകയും ഞാൻ മുറുക്കുകയും ഞാൻ ഈ ലോകത്തിലെ ജഡസുഖമൊക്കെ കണ്ണിന് കൊടുക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെയുള്ളതല്ല. ഈ ഇന്ന് സഭയിൽ കാണുന്ന ഒരുപാട് അനാചാരങ്ങളിൽ കൂടെ നമ്മൾ ഓടി നടന്ന് എല്ലാം കണ്ടും കേട്ടും തിന്നും കുടിച്ചും നമ്മൾ സഭയ്ക്കകത്തൂടെ സഭയിൽ അംഗമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സഭ കാണിച്ചു കൂട്ടുന്ന എല്ലാ പേക്കുത്തിനകത്തൂടെ നടന്നു പോയെന്നാൽ അതും ക്രിസ്തുവിന് കൂടെയുള്ള ജീവിതമല്ല. ക്രിസ്തുവിന് കൂടെ ജീവിതം പറയുന്നത് കർത്താവ് പറഞ്ഞ് അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, മരുഭൂമിയിൽ നിന്ന് കർത്താവ് 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം കടന്ന് തിരിച്ച് ലോകത്തെ ജനത്തിനടുത്തേക്ക് വരുമ്പോൾ അതിന് മുമ്പ് കർത്താവ് പരീക്ഷിക്കുമ്പോൾ കർത്താവിനെ സാത്താൻ പരീക്ഷിക്കുമ്പോൾ പറയുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്, നീ എന്നെ ഒന്ന് വണങ്ങിയാൽ നിനക്ക് ഈ ലോകത്തിലെ രാജ്യങ്ങൾ മുഴുവൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോട് യേശുവോട് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്ന വചനമുണ്ട്, സാത്താനെ നീ ദൂരെ പോവുക, കർത്താവിൻ്റെ വചനങ്ങൾ കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ട വചനം ബൈബിളിൽ സുവിശേഷത്തിലുണ്ടായിരിക്കെ ഇന്ന് ലോകത്ത് നടക്കുന്നത് എന്താണ്? ക്രിസ്തുവിൽ നിന്ന് മാറിയിട്ട് എന്തെല്ലാം ആചാരങ്ങൾ, എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ, എന്തെല്ലാം കൂത്തുകൾ, പേക്കൂത്തുകൾ. നമ്മൾ വിചാരിക്കുമ്പോൾ സഭയല്ലേ, എല്ലാം നല്ലതാണ് വിചാരിക്കും. ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, ആ വചനം പറഞ്ഞ വാളെ ഉയരുക, എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വെട്ടുക. ആ വെട്ടിൽ സഭ ചിതറും, ജനം ചിതറും, രാഷ്ട്രങ്ങൾ ചിതറും, ലോകം രണ്ടാകും. 2-1 വിശുദ്ധിയും അശുദ്ധിയും തമ്മിലുള്ള ഒരു തിന്മയുടെ അന്തിമ പോരാട്ടമായിട്ട് ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എടുക്കും. അവിടെ വിജയിക്കാൻ ഇപ്പോൾ സാധിച്ചാൽ വിജയിക്കും, നാളെ എന്ന് വിചാരിച്ചു പോയാൽ ഒരിക്കലും സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. ഒരിക്കലും നാളെ ഞാൻ വിശദീകരിക്കപ്പെട്ടുകൊള്ളാം, നാളെ ഞാൻ ക്രിസ്തുവിനൂടെ ആയിക്കൊള്ളാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇന്ന് കാണുന്ന മൊബൈൽ ഫോണുകൾ, ടെലിവിഷനുകൾ, ആധുനിക സംവിധാനങ്ങൾ എല്ലാം ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചില്ലെങ്കിൽ നിന്നിൽ നിന്നും അത് ഉപേക്ഷിപ്പിക്കാൻ സർവശക്തനായ ദൈവത്തിൻ്റെ. അതുകൊണ്ടാണ് ഗാസയിലെ ജനങ്ങൾ ഇറങ്ങി ഓടി, ഇറാനിലെ ജനങ്ങൾ ഇറങ്ങി ഓടി, അതുപോലെ ഇന്നലെ നാളെ ലോകത്തിലെ ജനങ്ങളെല്ലാം ഓടുന്ന കാലഘട്ടം വരുമ്പോൾ നമ്മൾ ഈ കെട്ടിപ്പിടിച്ച് വെച്ച സമ്പത്തും, നമ്മൾ ഈ കെട്ടിപ്പിടിച്ച നമ്മുടെ സമ്പാദ്യങ്ങളും, നമ്മുടെ ആശയങ്ങളും, ഈ ലോകത്തിലെ ജഡമോഹനമായിട്ടുള്ള എല്ലാം നമ്മൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഓടുന്ന സമയം വരും. അതുകൊണ്ട് കർത്താവ് 2-1 തീരുമാനിക്കുന്ന അവസ്ഥ നമ്മുടെ മുമ്പിലേക്ക് ആഗതമാവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഇന്ന് കാണുന്ന കത്തോലിക്ക സഭയും കുംഭസാരവും ധ്യാനങ്ങളുമൊക്കെ നാളെ ഇല്ലാതെയാവും. അതിനാൽ പ്രിയപ്പെട്ടവർ ഓടിക്കോ, ധ്യാന സെൻ്ററുകളിലേക്ക് ഓടിക്കോ. എത്രയും പെട്ടെന്ന് വിശുദ്ധീകരണ പ്രക്രിയ ഉടൻ തന്നെ ആരംഭിക്കും. ഉടൻ തന്നെ, ഒരു താമസവും വേണ്ട. എത്രയും പെട്ടെന്ന് ആരംഭിച്ചുകൊള്ളുക. എത്രയും പെട്ടെന്ന് എൻ്റെ കുറവുകളെ കണ്ടെത്തുക. എത്രയും പെട്ടെന്ന് എൻ്റെ അശുദ്ധിയുടെ മേഖലകളെ കണ്ടെത്തുക. എത്രയും പെട്ടെന്ന് വിശുദ്ധി പ്രാപിക്കാനുള്ള പ്രക്രിയകളെ ആരംഭിക്കുക. അത് എത്രയും പെട്ടെന്ന് ആരംഭിച്ച് പൂർത്തിയാക്കിയില്ലെങ്കിൽ കർത്താവ് പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഇസ്രായേലിലെ പട്ടണങ്ങൾ മുഴുവനും ഓടി തീർക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഈ ലോകത്തിലെ എല്ലാ ജഡമോഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് കർത്താവിന് മുമ്പിലേക്ക് പോകാമെന്ന് വിചാരിക്കേണ്ട. അത് കർത്താവ് വിഭജിക്കും. ആ വിഭജനത്തിന് വേണ്ടി കർത്താവ് പറഞ്ഞത്, എന്നോട് ചേർന്ന് നിൽക്കുന്നവരെ, എൻ്റെ ഇടയനെതിരെ, എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളെ ഉയരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ, ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും, കർത്താവ് അരുളി ചെയ്യുന്നു. സക്രിയ പ്രവചന പുസ്തകം 13-ാം അധ്യായം 7-ാം തിരുവചനം. ആ വിഭജനത്തിൻ്റെ തുടക്കമാണ് ഈ ആഗോള യുദ്ധത്തിൻ്റെ തുടക്കം. നമ്മൾ അങ്ങനെ വേണം ഇതിനെ കാണാൻ. അല്ലാതെ വെറും 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം, അയ്യോ അത് ഇറാനിലും ഇസ്രായേലിലുമല്ലേ, നമുക്ക് എന്ത് ചെയ്തോ? ഇപ്പം നമുക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ, അത് അവിടെയല്ലേ യുദ്ധം നടക്കുന്നത്, നമുക്ക് എന്താണ് ചെയ്തോ? ഉക്രൈനിലും റഷ്യയും തമ്മിലല്ലേ യുദ്ധം, അത് നമുക്കെന്ത് ചെയ്തോണ്ടോ എന്ന് ചിന്തിക്കും. പക്ഷേ ഇതിനെ ആഗോള സമ്പൽഘടന, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജെറുസലേം ദേവാലയത്തിൽ യേശു ക്രിസ്തു മേശ തട്ടിമറിക്കുന്നുണ്ട്. സമ്പത്തിൻ്റെ മേശയ്ക്കിട്ട് ദൈവം അടിക്കും 2027. ആ അടി വരുമ്പോൾ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലാതെ വരുമ്പോൾ, നമ്മുടെ സുഖസൗകര്യങ്ങൾ ഇല്ലാതെ വരുമ്പോൾ, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നിന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ദൈവത്തിന് ആവശ്യമാണ്. നീ ആരുടെ കൂടെയാണ്? നീ ക്രിസ്തുവിൻ്റെ കൂടെയാണോ, നീ സാത്താൻ്റെ കൂടെയാണോ എന്നുള്ളത് ഒരു തീരുമാനം 2-1 അറിഞ്ഞേ പറ്റൂ ദൈവത്തിന്. കാരണം വെച്ചാൽ ദൈവമാണല്ലോ ഭൂമിയിലേക്ക് മനുഷ്യട്ട്. ഞാൻ ചൈനക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് ക്രിസ്തുവിനെ അറിഞ്ഞില്ല. ഞങ്ങളുടെ ചൈനയിലൊന്നും, അല്ലെങ്കിൽ ഞങ്ങളുടെ റഷ്യയിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ മുസ്ലിം രാഷ്ട്രങ്ങളിലൊന്നും ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും, 800 കോടി ജനത്തിനും അറിയാം ആരാണ്, ഹൂ ഈസ് ദ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു ആരാണ്, എല്ലാവർക്കും അറിയാം. അതിനെ അറിഞ്ഞില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാം. കാരണം ഈ ലോകത്ത് കാണുന്ന ഓൾ ദ ടെക്നോളജി, എല്ലാ ടെക്നോളജികളും ഇസ്രായേലിൽ നിന്ന് വന്നെന്നും
അത് ഇസ്രായേലിന് ദൈവം കൊടുത്ത ബുദ്ധിയിൽ നിന്നാണ് വന്നതെന്നും ഈ സുഖസൗകര്യങ്ങളുടെ പിന്നിലെല്ലാം ദൈവകരങ്ങളിൽ കൂടെയാണ് നമ്മൾ നയിച്ചതെന്നും ആർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല. ഇനി ബുദ്ധിമുട്ട് ആയിട്ടുള്ളവർ, അങ്ങനെ ചിന്തിക്കാത്തവരെ ചിന്തിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ജോയൽ പരാമർശത്തിൽ അവസാന കാലഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവരുടെ മേൽ വർഷിക്കും, അപ്പോൾ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ അതിജീവിക്കും. അപ്പോൾ കർത്താവായ യേശുവെ എന്ന് വിളിക്കാത്ത എല്ലാ മനുഷ്യരും ആരെങ്കിലും ഈ ലോകത്തുണ്ടെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ യേശുവെ എന്നെ സഹായിക്കണമേ, രക്ഷിക്കണമേ എന്ന് പറയുന്ന ഒരു നിമിഷം എല്ലാവരുടെ മുമ്പിലേക്ക് ദൈവം കൊണ്ടുകൊടുക്കും. അപ്പോൾ അവന് ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കാം, യേശുവെ എന്നെ സഹായിക്കണേ, രക്ഷിക്കണേ. അല്ലെങ്കിൽ അവന് ഇഷ്ടമില്ലെങ്കിൽ വിളിക്കണ്ട. അതിനുശേഷമുള്ള തീരുമാനം കർത്താവ് തന്നെ എടുത്തുള്ളൂ. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരനത്തിലുള്ള ഒരുക്കം നമ്മൾ നടക്കുമ്പോൾ സർവശക്തനായ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമ്മെ നയിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ ശക്തി, പരിശുദ്ധി എന്നിൽ നിറയുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ ജ്ഞാനവും വിവേകവും നീതിയും എന്നെ നയിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്നിൽ നിറയട്ടെ. എൻ്റെ സകലവിധ രോഗങ്ങളും പാപങ്ങളും ശാപങ്ങളും ദുഃഖങ്ങളും അസ്വസ്ഥകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ എടുത്തു വെച്ച് വായിച്ച് നിരവധി പ്രാവശ്യം യേശുവെ സ്തുതിക്കുന്നു. കർത്താവെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, യേശുവെ സ്തുതി, യേശുവെ മഹത്വമെന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പ്രശ്നങ്ങൾ എന്തു തന്നെയുമായിക്കോട്ടെ പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി വരും. നിൻ്റെ വേദനകളിൽ, നിൻ്റെ രോഗങ്ങളിൽ, നിൻ്റെ ഉത്കണ്ഠകളിൽ, നിൻ്റെ പ്രശ്നങ്ങളിൽ കടന്നു വരുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ദൈവം. ക്രിസ്തുവിനെ വിളിക്കുന്നത് പോലെ വിശുദ്ധിയോടെ വിളിച്ചാൽ, സ്നേഹത്തോടെ, ന്യായത്തോടെ, നീതിയോടെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ആയിരുന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ള ഒരു ശക്തനായ ദൈവമാണ് യേശു ക്രിസ്തു. കഴിഞ്ഞ ദിവസം എന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒന്ന് രണ്ട് പേരൊക്കെ വിളിക്കേണ്ടായി. അവരുടെ പ്രശ്നങ്ങൾ അവർ പറയുമ്പോൾ വളരെ സമ്പത്തുണ്ട്, ഇഷ്ടംപോലെ പണവും ജോലിയും എല്ലാം ഉണ്ട്. പക്ഷേ അവർ സമാധാനം, സന്തോഷം എന്നാണെന്ന് ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. അവരുടെ നേറുന്ന 100 പ്രശ്നങ്ങൾ അവർ എണ്ണി പറയുമ്പോൾ അവിടെ പറഞ്ഞു കൊടുക്കാനുള്ളത് നിങ്ങൾക്ക് സമാധാനം എന്നാണ് ഈശോ പറഞ്ഞത്. യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിതാ ഞാൻ യേശു. സമാധാനം ഞാനാ തരുന്നത്, യേശുവാണ് സമാധാനം തരുന്നത്. യേശുവിലെ സമാധാനമുള്ള മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റൊരിടത്തും നീതിയോ സന്തോഷം ലഭിക്കുകയില്ല, സമ്പത്തിൽ സന്തോഷം ലഭിക്കുകയില്ല, സുഖസൗകര്യങ്ങളിൽ സന്തോഷം ലഭിക്കുകയില്ല, മറ്റൊരു ജീവിത സുഖത്തിലും ആനന്ദവും ആത്മീയ സന്തോഷവും ലഭിക്കുകയില്ല. ആകപ്പാടെ സന്തോഷവും സമാധാനവും തരുന്നത് ഒരേ ഒരു വ്യക്തിയാണ്, അത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് കർത്താവാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ യേശുവെ എന്നെ സഹായിക്കണമേ, രക്ഷിക്കണമേ എന്ന് ഹൃദയപൂർവ്വം നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ വെളിപ്പെടുത്തുന്ന ഒരു സർവശക്തനായ ക്രിസ്തുവാണ് നമ്മുടെ ഇതെന്ന് നിങ്ങൾ വിളിക്കേണ്ടവരെ വിളിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവെ എൻ്റെ സഹായത്തിനും എൻ്റെ കൂടെയും ഉണ്ടായിരിക്കണമേ. എൻ്റെ എണ്ണമറ്റ പാപങ്ങളും തിന്മകളും അശുദ്ധികളും കർത്താവേ ഇതാ ഞാൻ വലിച്ചെറിയുന്നു, അവയിൽ നിന്നൊരു നിത്യരക്ഷ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചാൽ ആ നിമിഷം നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതിനെ പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.